ഫ്രണ്ട്സ്, അപ്പോൾ ഞാനും അവനും കൂടെ നമ്മൾ വർക്കല എത്തിയിട്ടുണ്ട്. വർക്കല ബീച്ചിൻ്റെ സൈഡിൽ നമ്മൾ വന്നപ്പോൾ നമുക്ക് ഫസ്റ്റ് കാഴ്ചയാണ് പാരാഗ്ലൈഡിങ് നടത്തുന്ന ഒരു വണ്ടി പോലത്തെ സാധനമാണ്. അത് ഇരുന്ന് പോകണമല്ലേ അത്. ഫ്രണ്ട്സ്, അങ്ങ് ആകാശത്തിൽ കാണുന്നതാണ് പാരാഗ്ലൈഡിങ്. ലാസ്റ്റ് നമ്മളിതിൻ്റെ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പലരും കണ്ടു കാണുമെന്നറിയില്ല. ഓക്കെ, ഇതാണ് ഞാനും അവനും നമ്മുടെ വർക്കലയുടെ ഇവിടെ നിറച്ച് കാറൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ശബ്ദമാണല്ലേ കേൾക്കണേ? യെസ്, തന്നെയാണ് ഒരു ശബ്ദം കേൾക്കണേ ചെറുതായിട്ട് തന്നെ. എൻ്റെ ഫാൻ ഇറങ്ങുന്ന ശബ്ദമാണ് ഫ്രണ്ട്സ്. എൻ്റെ ഫാൻ പാരാഗ്ലൈഡിങ് അല്ലേ ഇത്? മറ്റേ സാധനം അതിനെ പാരാഗ്ലൈഡിങ് അല്ലേ ഇത്? മറ്റേ എന്താ ബാക്കിൽ ഫാൻ വെച്ചിട്ട് പോകണമല്ലേ? യെസ് ഫ്രണ്ട്സ്, അപ്പോൾ പാരാഗ്ലൈഡിങ് ആണെങ്കിൽ ഒരുപാട് പേര് ഇവിടെ ചെയ്യുമായിരുന്നു. ഇതിന് 10,000 രൂപ വാങ്ങും ഒരു സാധനത്തിന്. 10,000 രൂപ ആവുമായിരിക്കും. അടിപൊളി. അവൻ്റെ കയ്യിൽ എന്താ ഇരിക്കണം തോന്നുന്നുണ്ടാ? സ്റ്റിക്ക് എന്തുകൊണ്ടോ സ്റ്റിക്കുണ്ട്. അടിപൊളി. flying.com വന്നിട്ടുണ്ടാ. സൂപ്പർ കഴിഞ്ഞേട്ടാ. അവൻ്റെ കയ്യിലുണ്ട് അവൻ്റെ സ്റ്റിക്ക് എന്തുകൊണ്ടാ? ഫ്രണ്ട്സ്, യെസ്, പൊളി. നമ്മളതിൽ കയറിയില്ലെങ്കിൽ താഴെ നമ്മളതിൻ്റെ കാഴ്ചകളൊക്കെ പകർത്തുകയാണ്. അപ്പോൾ എൻ്റെ കാഴ്ച എനിക്ക് ഇങ്ങോട്ട് അയച്ചു തരും. പക്ഷേ ഇത് കറക്റ്റ് നല്ല വ്യൂ കിട്ടുമല്ലോ ഇവിടെ നിന്ന്. മാലദ്വീപ്സിന് ഇത്രേ ഉള്ളൂ അല്ലേ? ഫ്രണ്ട്സ്, നമുക്ക് പോയാലോ? അപ്പോൾ റിയോ ഡി ജനീറോ അത്രേ ഉള്ളൂ അല്ലേ? ഹവായ്. ഓ, മറ്റേ ഫോണിൻ്റെ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. സൂപ്പർ. മിയാമി മാത്രമേ വേരിയേഷൻ വരണുള്ളൂ. വേർഡ്സ് ഓഫ് കളേഴ്സ് രാത്രി നമ്മൾ കുറച്ചുകൂടെ വരണമല്ലോ, ലൈറ്റ് എല്ലാം കൂടെ വരുമ്പോൾ. കാരണം ഇതിൽ കാണാൻ കുറച്ചുകൂടെ ഇതുണ്ട്. ഇങ്ങനെ അത് 360 വരുമ്പോൾ വേറെ രീതിയിൽ അത് പോകും കാണാൻ. എനിക്കറിയില്ല, നീയാണ് നോക്കൂടാ. വീട് പൊളിയല്ലേ? അതിൻ്റെ നോക്കി ഇവിടെ പൊളിയല്ല. നോക്കി തന്നെ എന്താ അതിൽ കണ്ടാ ഇതിൽ നോക്കടാ. എന്താ Wow, madam is sitting here and reading something. Someone asked one. Illa. നമ്മളപ്പോൾ വർക്കല ഇവിടെ നമുക്ക് മുകളിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് താഴേക്ക് ഞാൻ അവനും കൂടെ അത് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയാണ് താഴേക്ക് പോകുന്നത്. ഇവിടെ ഈ സ്റ്റെപ്പ് ഞാൻ അതുവഴിയാണ് നമ്മൾ പാർക്ക് ചെയ്ത് നടന്നിറങ്ങിയത് കേട്ടോ. അവിടെ കാർ ഇട്ടിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്ലേസ് ആണ്. ഇവിടെ താഴെ ഉണ്ട് ഇങ്ങനെ പടി ഇറങ്ങാനുണ്ട്. 2-3 പടിയുണ്ടല്ലോ ഇങ്ങനെ ഇറങ്ങാനുള്ള. ഫ്രണ്ട്സ്, നമ്മൾ മുകളിൽ വന്ന് വണ്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ താഴെ ഇങ്ങനെ ഇറങ്ങി വരുന്നതിന് കുറച്ചുകൂടി ഒരു രസമുള്ള. താഴെ വരുന്നത് നിങ്ങൾ മുകളിൽ നിന്ന് പറഞ്ഞാൽ കൊള്ളാണല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതായിപ്പോൾ വർക്കല ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട് താഴെ നിന്ന്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വന്നപ്പോൾ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കാണാം. അവർ കുറച്ച് കടകളൊക്കെ കണ്ടു. അതിനുശേഷം ഞാനും അമ്മയും കൂടെ ബീച്ചിലേക്ക് ഇറങ്ങി. ഇതിൽ ക്ലിഫായിട്ട് വരുന്ന ഭാഗം എന്താ ആ കാണുന്നത്? അതൊക്കെ അല്ലടാ, ഇതാ അവിടെ കാണപ്പെടുന്ന അതിനെയാണ് ഇവിടെ ക്ലിഫ് എന്ന് പറയുന്ന ഏരിയ. ഓക്കെ, ആ ഭാഗത്തെ ക്ലിഫ് റീജിയനെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മളിനി അങ്ങ് നടക്കുന്നത്. നമ്മൾ അവിടെ ഇവിടെ നിന്ന് അങ്ങറ്റം വരെ നടന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ചകളാണ് അവിടെ. സോ അതുകൊണ്ട് നമ്മളിവിടെ അങ്ങറ്റം വരെ ഞാനും അവിടെ നടക്കുകയാണ്. പലരും വന്ന് കൂടുതൽ തമിഴ്നാടുകാരാണ് ഈ ഒരു ടൈമിലൂടെ കൂടുതൽ എത്താറുള്ളത്. ഇതാ ഇവിടെയല്ലേ മറ്റേ പറയണത് വെള്ളം എന്തുണ്ടെന്ന് പറഞ്ഞാൽ നല്ല വെള്ളം പറഞ്ഞാൽ. ഓ ഫ്രണ്ട്സ്, അവിടെ കുറച്ച് നല്ല വെള്ളം വരുന്നൊരു പ്ലേസ് ഉണ്ട്. അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട്.
ആൾക്കാർ കുളിക്കുന്നു. പെണ്ണുങ്ങൾ കുളിക്കുക ഒരു വെള്ളം പറഞ്ഞാൽ അപ്പുറത്ത് ആണുങ്ങൾ കുളിക്കാനില്ലേ, അങ്ങനെ ആയിരിക്കുമോ? നമുക്ക് കുറച്ച് പെൺകുട്ടികൾ അവിടെ യാ വെള്ളം വന്നുകൊണ്ടിരുന്നു. അത് ഇക്വാലിറ്റി ഇല്ലെന്ന് പറഞ്ഞ് മാറ്റി വെച്ച്. ഓക്കെ, അത് കഴിഞ്ഞത് അവിടെ കുറേ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. അവിടെ നിന്ന് പണ്ട് കുറച്ചുകൂടി ഇങ്ങോട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ഇടിഞ്ഞ് വീഴുന്ന് പോയല്ലേ അത് ഇരിക്കണം ഇപ്പോൾ അല്ലേടാ. ഓക്കെ, അതാണ് ക്ലിഫ്. അതിൽ നമുക്ക് അവിടെയാണ് നമ്മൾ നേരത്തെ നിന്നല്ലേ ഫസ്റ്റ് വന്നിറങ്ങിയത്. ഓ ഫ്രണ്ട്സ്, അവിടെയാണ് നമ്മൾ ആദ്യം മുകളിൽ വന്ന് ഇറങ്ങി നിന്നെടുത്ത് വീഡിയോ എടുത്ത ഭാഗം അവിടെയാണ്. അവിടെ നിന്നാണ് നമ്മളിനി കണ്ട നടന്നിപ്പോൾ ഇങ്ങനെ എത്തിയത്. ഫ്രണ്ട്സ്, ഇതുപോലത്തെ സ്ഥലത്ത് കൂടെ നടന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നം ഉണ്ടാവില്ല. സിമ്പിൾ നടത്ത, മറ്റത് കാലൊക്കെ ഒടിഞ്ഞു പോയ അവസ്ഥ. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ലൊരു പദ്ധതിയായിട്ടുള്ള എന്നും കാത്ത് മനസ്സിൽ സൂക്ഷിക്കേണ്ടതായിട്ട് ഓർമ്മകൾ വെച്ചിരിക്കാൻ വേണ്ടിയാണ് 2 ദിവസം വരെ എടുത്ത് വെച്ചത്. ഇവിടെ ഒരു ലിമിറ്റേഷൻ വെക്കണം ആൾക്കാരെ കയറ്റാൻ വേണ്ടി. ഒരു രക്ഷയില്ല. എല്ലാവരും കയറുന്നതനുസരിച്ചിട്ട് ആളങ്ങ് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൺട്രോൾ ഇല്ലാതെ ചെയ്ത് അതായത് ഇപ്പോൾ നല്ല കടപ്പുറത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഒരു കാണിയെപ്പോലെ. ഇതിന് കുറേ കോടിക്കണക്കിന് ചിലവായി കാണും അല്ലേ? നമ്മുടെ പൈസ എടുത്ത് ചിലവാക്കിയിട്ട് ഇപ്പം കുറച്ച് പയ്യന്മാർക്ക് റീൽസ് കളിക്കാൻ വേണ്ടി മാത്രം പ്രയോജനത്തിന് വേണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ പ്രൈവറ്റ് അല്ല, ഗവൺമെൻറ് ആണ് ഇത്. ഓക്കെ, தெரியாது, ഗവൺമെൻറ് തന്നെയാണ്. മറ്റേ മന്ത്രി പദ്ധതി എന്ന് പറഞ്ഞൊക്കെ വന്നതിൽ. ഓക്കെ, എന്തായാലും അറിയില്ല. എന്തായാലും ഇപ്പോൾ ഇത് കടപ്പുറത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സൂര്യൻ അവിടെ ഉദിച്ച് നിൽക്കുന്നു, നമ്മളിങ്ങോട്ട് ചലിക്കുന്നു. ക്ലിഫിൻ്റെ കുറച്ചുകൂടെ ഇവിടെ ഒരു നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അങ്ങ് വരെ നമുക്ക് പോകണം. ഫ്രണ്ട്സ്, ഇത് ക്ലിഫിൻ്റെ ഉണ്ട് കുറച്ച് നല്ല ഭാഗമാണ്. നമ്മളിങ്ങോട്ട് നടന്ന് കുറച്ച് ദൂരെ നടന്ന് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയ കുറച്ച് നല്ല വ്യൂസാണ് ഉണ്ട്. നമ്മൾ ഏകദേശം 2 കിലോമീറ്ററോളം ഈ വ്യൂ കിട്ടാൻ വേണ്ടി ഞാൻ നടന്നു വന്നു. ഇല്ല, ഇവിടെ ഞാൻ കറക്റ്റ് വ്യൂസ് ഇതിലൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ കിട്ടും. ഐ തിങ്ക് സോ. ഫ്രണ്ട്സ്, അപ്പോൾ ക്ലിഫിൻ്റെ സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് കരുതി. ഫ്രണ്ട്സ്, അപ്പോൾ കണ്ടേ, ഇതാണ് നമ്മുടെ വർക്കിൽ ക്ലിഫിൻ്റെ ഏരിയാസ് വരുന്നുണ്ടോ. സൂപ്പറായിട്ടുള്ള ഇവിടെ നല്ല ഇതുണ്ട് ഏരിയ. ഇത് അമലങ്ങ് താഴെ നിൽക്കുകയാണ്. ഇനി ഞാൻ വീണ്ടും താഴെ ഇറങ്ങി പോകണം. അപ്പോൾ വല്ലാത്തൊരവസ്ഥയെ പറ്റി കയറേണ്ടിയിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയും ക്ലിഫിൻ്റെ കുറച്ച് പാറകളുണ്ട്. സോ വി ഗോയിങ് ടു സീ ദി വർക്കല സൺലൈറ്റ്, സൺസെറ്റ്. സർഫിങ്ങിൻ്റെ ഒരു നല്ലൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പൊങ്ങിച്ചാടിയതുണ്ടാ ചേട്ടാ. വന്നതയ്യോ നമ്മൾ തിരിച്ചിരിച്ചില്ല. ഇവിടെ ചടങ്ങി ഓടിപ്പോളേ. ഇവിടെ അടുത്ത് ചേർപ്പോളിയാട്ടോ കുറച്ചുകൂടെ. അത് വലിയ അതിൻ്റെ ഇടയ്ക്കൂടെ ചേർന്ന് കയറണ്ട. നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം സൺസെറ്റ് നമ്മൾ ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. നേരത്തെ ഉച്ച സമയത്താണ് അതുകൊണ്ട് നമ്മളെല്ലാം കറങ്ങി അങ്ങൂടെ പോയി തിരിച്ചിറങ്ങി. അതിനുശേഷം അങ്ങൂടെ കറങ്ങി പോയിട്ടാണ് തിരിച്ചിവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം സൺസെറ്റിനുള്ള ടൈം ആയി വരുന്നുണ്ട്. ഓക്കെ, നല്ല ഒരു പ്രകാശമൊക്കെ വീഴുന്ന സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു വണ്ടി ബാക്കിലുണ്ട്.
എന്തൊരു കിടക്കൂടെ എത്ര ദൂരം വണ്ടി പോകുമല്ലേ? അങ്ങ് അറ്റം വരെ പോവും. വേറെ ലെവലാണ് ഇത് കാണാൻ സൂപ്പറായി. ഈ ബീച്ചിൻ്റെ പേരൊക്കെ കാണാം. ബീച്ചിൻ്റെ പേരൊക്കെ കാണാം. പെരുമാതുറ. ബൈക്കിലോ മരുവാണെങ്കിൽ ഓ ബൈക്കൊക്കെ പോകണം. കടൽ മച്ചാനൊക്കെ അതൊക്കെ അടിപൊളിയുണ്ട് വൈബ്. ഫ്രണ്ട്സ് നമ്മൾ അടിപൊളി സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഞാൻ വരെ പണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അവിടെ സെറ്റ് സ്ഥലം നമ്മളത് അവിടെ അടിപൊളി ബീച്ചിലെത്തിയിട്ടുണ്ട്. അവിടെ ഫെറിയിൽ മണ്ണൊക്കെ കോരിക്കൊണ്ടിരിക്കുകയാണ് അവിടെ സൈഡിൽ. അയ്യോ അവിടെ നമുക്ക് സൺസെറ്റ് അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ വർക്കിലെല്ലാം കഴിഞ്ഞതിന് ശേഷം സൺസെറ്റ് കാണാൻ വേണ്ടി പെരുമാതുറ ബീച്ചിലുള്ളത്. പെരുമാതുറ ബീച്ച് നമുക്ക് പാലത്തിൽ നിന്ന് കഴിഞ്ഞാൽ സൺസെറ്റ് നല്ല വ്യൂ കുറച്ചുകൂടെ കാണാൻ പറ്റും. നമ്മൾ ജസ്റ്റ് താഴെ വന്നിട്ട് പിന്നെ മുകളിൽ തിരിച്ച് അതുവഴി പോകുമ്പോൾ അതിൻ്റെ വ്യൂസും കൂടെ വിഷ്വൽസും കൂടെ കാണിച്ചു. ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് രാവിലെ ഇറങ്ങിയതായിട്ടുള്ള നമ്മുടെ വർക്കല ട്രിപ്പ് അതെല്ലാം കഴിഞ്ഞ് ഞാനും ദാമൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് രാവിലെ നമ്മൾ വർക്കലയും കാപ്പിലും ഒക്കെ പോയി അതിൻ്റെ വീഡിയോ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ പെരുമാതുറ ഇവിടെ ബീച്ചിലെത്തിയിട്ട് നമ്മളിവിടെ സൺസെറ്റും ജസ്റ്റ് കണ്ടു കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെ ഇവിടുത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ അപ്പോൾ ഇതുപോലെ യാത്രയും പല കണ്ടന്റുകളും നമ്മൾ ചെയ്യുന്നത്. അതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ സൈനിങ് ഔട്ട്. ബൈ ബൈ.